നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി, പരിമല സെമിനാരി മാനേജർ സൈമൺ സക്കറിയ അച്ഛൻ, വന്യ ജോസഫ് അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ഫാഗയിലും ബേഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടക്കുന്നവർ, ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങൾ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. വേദഭാഗം വളരെ സുപരിചിതമായ ഒന്നാണ്. കഴിഞ്ഞ ദിവസം നാം വളരെയധികം പ്രാവശ്യം ആവർത്തിച്ച് കേട്ട ഒരു ഭാഗവുമാണ്. ഇതിൻ്റെ ആന്തരികമായ അർത്ഥം നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരുമിച്ച് ഈ സമയത്ത് നമുക്ക് പരിശ്രമിക്കാനുള്ള അവസരമാണ്. കർത്താവ് ഈ കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ അനേക ആളുകൾ അവരുടെ വാഹനമായി സ്വീകരിച്ചത് ഗരുഡനെയും പുലിയെയും മറ്റു പല ശക്തിയുടെ കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മൃഗങ്ങളെയുമാണ്. ശക്തി കേന്ദ്രങ്ങൾ എന്ന് കരുതുന്ന പക്ഷികളെയും മൃഗങ്ങളെയും തങ്ങളുടെ വാഹനമായി തിരഞ്ഞെടുത്തു എങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് ആർക്കും വേണ്ട എന്ന് കരുതുന്ന ബലഹീനതയുള്ള ഈ കഴുതക്കുട്ടിയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലങ്ങൾ, മനുഷ്യാവതാര സംഭവങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ ഏറ്റവും മോശം എന്ന് കരുതുന്ന, ഹീനമെന്ന് കരുതുന്ന, ആർക്കും വേണ്ട എന്ന് കരുതുന്ന പലതിനെയും താൻ സ്വകീയമായി സ്വീകരിക്കുകയും സർവാത്മന ഉൾക്കൊണ്ട് ലോകത്തിന് മറ്റൊരു മുഖം നൽകുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ കാണുന്ന 21-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും കാണുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ കഴുതക്കുട്ടിയുടെ മേലുള്ള ഈ യാത്ര എന്ന് പറയുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21:2 പറയുന്നു, അത് കഴുതക്കുട്ടി കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഇവിടെയും പറയുന്നുണ്ട്, കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ നിങ്ങൾ അഴിച്ചുകൊണ്ടുവരുവിൻ. കെട്ടപ്പെട്ട ഒരു അവസ്ഥ അത് തീർച്ചയായും അപകടകരമായ ഒന്നാണ്. അടിമത്വത്തിൻ്റെ അനുഭവമാണ്. ഈ കഴുതക്കുട്ടി ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ നാം ഏതെങ്കിലും കാര്യങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും പാപകരമായ മാലിന്യങ്ങളിൽ ഞാനും നിങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ? ഇതാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, മെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ 15 കൂട്ടം കാര്യങ്ങളാണ്
വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഈ വക പ്രവർത്തിക്കുന്നവർ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വളരെ കാർക്കശ്യ മനോഭാവത്തോടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായി പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തി ദുർനടപ്പ് ആണ്. എന്താണ്? ഈ 15 കൂട്ടം കാര്യങ്ങളിലും ചില ആശയങ്ങൾ ആവർത്തിച്ച് അല്ലെങ്കിൽ പര്യായപദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇത് മൂന്നും ഒരേ തലങ്ങളിൽ നാം ചിന്തിക്കേണ്ട ഒന്നാണ്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇത് മൂന്നും വളരെ പാരസ്പര്യതയിൽ അല്ലെങ്കിൽ പര്യായ പദങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരേ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഏക ആശയം തന്നെയാണ്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം വളരെ അരോഗ ദൃഢഗാത്രനായി തൻ്റെ ജീവിതം ഭംഗിയായി നയിക്കുകയും കേരളത്തിനു പുറത്ത് നല്ല ഒരു ജോലി സമ്പാദിച്ച് ജീവിക്കുകയും ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ദുർനടപ്പ് എന്ന് പറയുന്ന ഒരു അസുഖം അദ്ദേഹത്തെ ബാധിച്ചു. അങ്ങനെ എല്ലാ അവധിക്കും അദ്ദേഹം വരുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് വരാതെ അന്യഭവനത്തിലേക്ക് അദ്ദേഹം പോകുന്ന പതിവ് സാധാരണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സമീപേ താമസിക്കുന്ന അയൽവാസിയുടെ കിണറ്റിൽ അദ്ദേഹം വീഴുകയും തൻ്റെ 2 കാലും ഒടിഞ്ഞ് ഇന്നയോളം അദ്ദേഹം നടക്കുവാൻ ശേഷിയില്ലാതെ ജീവിക്കുകയുമാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് നൽകിയ ആയുസ്സും ആരോഗ്യവും പാദങ്ങളും ദൈവത്തിൻ്റെ കൃപയിൽ വളരുന്നതിനും ദൈവികമായി ഉപയോഗിക്കുന്നതിനും വേണ്ടി നൽകപ്പെട്ടതാണ് എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമ്മെ ഭരിക്കേണ്ടതാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൈയും കാലും ഒക്കെ എന്തിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു എന്നതിനെപ്പറ്റി ശക്തമായി ചിന്തിക്കേണ്ടതാണ്. സുവിശേഷത്തിന്റെ യോഗ്യമാവണ്ണം മാത്രം നടപ്പി എന്ന് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. കാലിനെ ചെരിപ്പാക്കിയും എന്ന് വളരെ വ്യക്തമായി ആത്മാവിൻ്റെ പ്രധാനമായ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പ്രത്യേകമായ ഒരു ആധ്യാത്മീയ ആയുധങ്ങൾ സർവായുധവർഗം ധരിക്കുന്ന ഒരു വിശ്വാസി എഫേസ്യ ലേഖനത്തിൽ എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. സുവിശേഷത്തിന്റെ യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ഇവിടെ ദുർനടപ്പും അശുദ്ധിയും ദുഷ്കാമവും മനുഷ്യ ജീവിതത്തിൽ ഇന്ന് സംഗതമായിക്കൊണ്ടിരിക്കുന്ന, സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പരിശുദ്ധ കുർബാനയെ പറ്റി നമുക്കറിയാം. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ പരിശുദ്ധതകൾ നൽകപ്പെടുന്നു എന്നാണ് ആചാര്യൻ പറയുന്നത്. പരിശുദ്ധതകൾ നൽകുന്നത്, ലഭിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവർക്കാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ഇന്ന് പച്ചയായ മേൽപ്പുറങ്ങളിൽ വിഹരിക്കുവാനും എന്തിനേയും സ്വീകരിക്കുവാനും എങ്ങനെയും ജീവിക്കുവാനും വെമ്പൽ കൊള്ളുന്ന ഒരു മനുഷ്യ സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾക്ക് അശുദ്ധിയുടെ അനുഭവം ഉണ്ടോ? ദുർനടപ്പും അശുദ്ധിയും ദുഷ്കാമവും വളരെ പരസ്പര പൂരകങ്ങളാണ്. ഇന്ന് അതിന് യാതൊരു അതിർത്തിയുമില്ലാതെ, യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാതെ, അതിർത്തിയും പരിമിതികളുമില്ലാതെ മനുഷ്യൻ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മേഖലകൾ പരിശോധിച്ചാലും, ഏത് തലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും ഇന്ന് ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ലോകത്തും മനുഷ്യൻ അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളെ പുൽകുവാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. എയ്ഡ്സ് ബാധിച്ച ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് ഒരിക്കൽ അവസരം ലഭിച്ചു. എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിൽ ഒരു സർവേ നടത്തുന്നതിനും അവരെ പറ്റി ഒരു പഠനം നടത്തുന്നതിനും ഇടയായി. അശുദ്ധമായ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട് ദൈവികമായി അവർക്ക് മുന്നേറുവാൻ സാധിക്കുന്നില്ല. അവരുടെ പല സമ്മേളനങ്ങളിലും പലപ്പോഴും ക്ലാസ് എടുക്കുവാൻ പോയ അവസരങ്ങളിൽ നമുക്ക് ഒരിക്കലും ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ തനിമ വെളിപ്പെടുത്തുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ആളുകൾ അവിടെ സംബന്ധിക്കുന്നതിനായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കെസാക്സ് പോലെയുള്ള കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾക്ക് എയ്ഡ്സ് രോഗം പിടിപെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. 1000 പഞ്ചായത്ത് പോലുമില്ലാത്ത കേരളത്തിൽ ഏതാണ്ട് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 2 ലക്ഷത്തിലധികം ആളുകൾക്ക് എയ്ഡ്സ് രോഗം പിടിപെട്ടിരിക്കുന്നു. ഏതാണ്ട് ശരാശരി ഒരു പഞ്ചായത്തിൽ 200-ൽ അധികം ആളുകൾക്ക് എയ്ഡ്സ് രോഗം പിടിപെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ധാർമ്മിക നിലവാരം നഷ്ടപ്പെട്ടതിന്റെ സൂചനയാണ്.
ഇവരുമായി സഹവസിച്ച അവസരങ്ങളിൽ അവർ പറയുന്നു, ചില സാഹചര്യങ്ങളാണ് ഞങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വേദനാജനകമായ, ഏറ്റവും ശോച്യമായ ഒരു അപജയം, ധാർമ്മിക അപജയത്തിന്റെ മുൾമുനയിൽ അവൻ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അവൻ ദൈവത്തെ പറ്റി ഓർക്കുകയും ദൈവത്തോടുള്ള സ്നേഹത്തെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ല മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത്. മെൻ ആർ ദി ജോക്സ് ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന് മനുഷ്യൻ സാഹചര്യങ്ങൾ വെറും തമാശയാണ് എന്ന് ആംഗലേയ കവിയായ ബൈറൻ പറയുന്നുണ്ട്. മനുഷ്യൻ സാഹചര്യങ്ങളുടെ വെറും തമാശയാണ്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, ഋതുഭേദങ്ങൾ മാറുന്നതിനനുസരിച്ച്, സുഖവും ദുഃഖവും മാറുന്നതിനനുസരിച്ച്, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിനനുസരിച്ച് എങ്ങനെയും ജീവിക്കാം എന്ന് കരുതുന്ന ഒരു അനുഭവം, അത് ദൈവരാജ്യത്തിന്റെ അനുഭവമല്ല എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, വിഗ്രഹാരാധന, ആഭിചാരം ഇവ പ്രവർത്തിക്കുന്നവന് ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും, പരിശുദ്ധ കുർബാന സ്വീകരിക്കും, പ്രാർത്ഥനാ ജീവിതവും പള്ളിയിലെ നിൽപ്പും പള്ളിയുമായുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തന ശൈലികളും കണ്ടാൽ എത്ര നല്ല മനുഷ്യൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ വിഗ്രഹാരാധനയും അഭിചാരത്തിനും അടിമപ്പെട്ട ഒരു സമൂഹമായി ഞാൻ നിങ്ങൾ മാറിയിട്ടുണ്ടോ? ആഭിചാരം എന്ന വാക്കിന്റെ അർത്ഥം കൂടോത്രം എന്നാണ്. കൂടോത്രത്തിന് അടിമപ്പെട്ട ആളുകളുണ്ടോ? രണ്ടു തരത്തിലുണ്ട്. എൻ്റെ ഈ കഷ്ടതകൾക്കെല്ലാം കാരണം എൻ്റെ അയൽപ്പക്കത്തുള്ള മറ്റേയാള് കൂടോത്രം ചെയ്തിരിക്കുന്നു, ആഭിചാരം ചെയ്തിരിക്കുന്നു, അവരത് ചെയ്തതുകൊണ്ടാവാം എനിക്ക് ഈ കഷ്ടത വന്നത്. എൻ്റെ വീടിൻ്റെ സ്ഥാനം ശരിക്കും നോക്കാഞ്ഞത് കൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് ഇത് സംഭവിച്ചത്. വീടിൻ്റെ സ്ഥാനം നോക്കുന്നതിനും വിവാഹത്തിറങ്ങുമ്പോൾ രാഹുകാലം നോക്കാതിരുന്നത് കൊണ്ടും ഒക്കെ എനിക്ക് സംഭവിച്ചു എന്ന് കരുതുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി ഭൗമിക കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങൾ മുൻതൂക്കം കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് പകരമായി ഈ ലോകത്ത് ആരെയൊക്കെ ഞാൻ നിങ്ങളും സ്നേഹിക്കുകയോ സ്വീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നുണ്ടോ, അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. കേവലം ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പ്രതിമയോ വെക്കുന്നത് മാത്രമല്ല, ഈ ലോകത്ത് ദൈവത്തിന് സമാനമായോ സമാന്തരമായോ മറ്റെന്തിനെയൊക്കെ പ്രതിഷ്ഠിക്കുന്നുവോ അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരാധനകൾ നമുക്കുണ്ടോ? ഇന്ന് സേറ്റനിക് വർഷിപ്പേഴ്സിന്റെ എണ്ണം കൂടി വരികയാണ്. സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കോട്ടയത്തും എറണാകുളത്തും ഇപ്പോൾ തിരുവല്ലയിലും എത്തിയിട്ടുണ്ടെന്നാണ് പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ പറയുന്നത്. സാത്താനെ ആരാധിച്ചാൽ കൂടുതൽ പെട്ടെന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കും. ദൈവത്തെ ആരാധിച്ച വളരെ പതുക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുള്ളൂ. കാരണം അത് പച്ചിരുമ്പും ഉരുക്കും കാന്തമാക്കുന്നത് പോലെയാണ്. പച്ചിരുമ്പ് കാന്തമാക്കിയാൽ വളരെ വേഗം അത് കാന്തമാകും, വളരെ സ്പോണ്ടേനിയസ് ആയി അത് കാന്തമായി മാറുകയും അതിൻ്റെ പവർ വളരെ ശക്തമായിരിക്കും, ഭയങ്കരമായ പവർഫുള്ളാണ്. പക്ഷേ ഉരുക്ക് കാന്തമാകുവാൻ വളരെ നാളുകൾ എടുക്കും. പക്ഷേ അതിൻ്റെ പേര് പിന്നീട് ഉരുക്ക് എന്നല്ല, കാന്തം എന്ന് തന്നെയാണ്. ഉരുക്ക് കാന്തമാക്കിയാൽ അത് പിന്നീട് അതിൻ്റെ പേര് കാന്തമെന്ന് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വളരെ താമസം നേരിടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെയധികം ദൃഷ്ടാന്തങ്ങൾ കാണുവാനും സാധിക്കും. 18 വർഷമായി കൂന് ബാധിച്ച സ്ത്രീ, കുരുടനായ മനുഷ്യൻ, അങ്ങനെ ധാരാളം പക്ഷപാതക്കാർ, ഇവരെയൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ നാളുകളായി അവർ ഈ വേദന അനുഭവിച്ചവരാണ്. പക്ഷേ എങ്കിലും അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ വരികയും ദൈവസന്നിധിയെ, ദൈവസാമീപ്യയെ അവർ ആഗതരാവുകയും ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് വിഗ്രഹ ആരാധനയ്ക്ക് പുറകെ പോകുന്ന ആളുകളുടെ എണ്ണം ഇന്ന് കൂടി വരുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. മൂന്നാമതായി ഇവിടെ പറയുന്ന പക, പിണക്കം, ക്രോധം, ശാഠ്യം, ഇത് മൂന്നും ഒരേപോലെയുള്ള ചിന്തകളാണ്. ദ്വന്ദ്വപക്ഷം, ഭിന്നത. പക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത. ഇതെല്ലാം ഇന്ന് നമ്മുടെ ഇടവകളിൽ കാണുന്ന, സഭയിൽ കാണുന്ന ഒരു വലിയ സംജാതമായിരിക്കുന്ന ഒരു വിഷയമാണ്. എവിടെയൊക്കെ ഭിന്നത വരുത്താമോ അവിടെയൊക്കെ നാവ് കൊണ്ടും കർമ്മം കൊണ്ടും ഞാനും നിങ്ങളും ഭിന്നത വരുത്തുന്നവരാണ്. എങ്ങനെ ഈ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കാം, ഭിന്നത വരുത്താം എന്നുള്ള ചിന്തയാണ്.
അലക്സാന്ദ്രിയയിലെ അഥാനാസ്യോസ് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഥാനാസ്യോസ് പറയുന്നത് ഇങ്ങനെയാണ്: Even in the death and resurrection of Jesus Christ, he preserved his body whole and undivided, so that no excuse for those who divide the church. Even in the death and resurrection of Jesus Christ, he preserved his body whole and undivided, so that no excuse for those who divide the church. യേശു തന്റെ മരണത്തിലും പങ്കപ്പാടുകളിലും അവസാനതുള്ളി ചോര ഈ സമൂഹത്തിന് വേണ്ടി ഒഴുക്കിയപ്പോൾ പോലും തൻ്റെ ശരീരം വിഭജിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ശരീരമായ സഭയെ ആരെങ്കിലും ഭിന്നിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്, സഭയാൽ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അത്താനാസ്യോസ് പറയുന്നത്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഭിന്നത വരുത്തുന്ന ആത്മാക്കളായി ഞാൻ നിങ്ങളും പരിശ്രമിക്കുന്നുണ്ടോ? പടയാളി വന്ന് യേശുവിൻ്റെ ശരീരം അത് വിഭജിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശു മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് അവൻ പിൻവാങ്ങിപ്പോവുകയാണ്. ഇരു കള്ളന്മാരെയും ഇരുവശത്തുമായി കിടക്കുന്നവരെ അവൻ നോക്കിയപ്പോൾ അവർ മരിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് വലിയ ക്ഷതം സംഭവിപ്പിച്ച് ശരീരം വിഭജിച്ച് അവർ പോകുമ്പോൾ യേശുവിൻ്റെ ശരീരം മരണത്തിൽ പോലും വിഭജിക്കുവാൻ ഈ പടയാളിക്ക് സാധിക്കുന്നില്ല. അവൻ കുന്തമെടുത്ത് കുത്തുകയും മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ രക്തവും വെള്ളവും ഒഴുകിയത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ശരീരം വിഭജിക്കുവാൻ തൻ്റെ അവസാനതുള്ളി ചോര ഭൂലോകത്തിന് ലോകരക്ഷയ്ക്ക് വേണ്ടി നൽകിയപ്പോൾ പോലും തൻ്റെ ശരീരം വിഭജിക്കുവാൻ യേശു ആഗ്രഹിച്ചില്ല. കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഭിന്നതയുടെ ആത്മാക്കൾ ഞാനും നിങ്ങളും സൃഷ്ടിക്കുവാൻ പലപ്പോഴും ഇടയാവുന്നുണ്ടോ? മറ്റുള്ളവരുടെ ഇടയിൽ ഭിന്നതയുടെ ആത്മാക്കളെ പകരുന്നതിന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കാറുണ്ടോ? ഇതാണ് യേശു ഏറ്റവും വേദനിച്ച ഒരു സമൂഹം. അതാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു ഏറ്റവും അധികം വേദനിക്കുകയും ഏറ്റവും അധികം വെറുക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് പരീശന്മാർ. എപ്പോഴും ഭിന്നത വരുത്തുന്ന ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെയാണ് യേശു തമ്പുരാൻ പറഞ്ഞു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്ന, പുളിപ്പായി മാറുന്ന ഒരു ഭിന്നതയുടെ ആത്മാവാണ് ഈ പരീശന്റെ പുളിച്ച മാവെന്ന് പറയുന്നത്. ഒരു ദിവസം വൈകിട്ട് അമ്മ ഈ പിണ്ടം എടുത്തു വയ്ക്കുകയും മാവ് എടുത്തു വെച്ചിട്ട് അതിലേക്ക് അല്പം പുളിപ്പ് ചേർക്കുകയും ചെയ്യുമ്പോൾ പിറ്റേ ദിവസം മുഴുവനും പുളിച്ചിരിക്കുന്നു. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയും അപ്രകാരം പുളിപ്പ് ചേർക്കാറുണ്ട്. ദൈവരാജ്യത്തിന്റെ പുളിപ്പുകളായി മാറേണ്ടതിന് പകരം ഭിന്നതയുടെ പുളിപ്പുകളായി, അസൂയയുടെ പുളിപ്പുകളായി ഞാനും നിങ്ങളും മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അടുത്തതായി പറയുന്ന അസൂയ എന്ന് പറയുന്നത്, ഭിന്നതയും അസൂയയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കത്തോലിക്ക സഭ പറയുന്നത് ഇറ്റ് ഈസ് എ മോർട്ടൽ സിൻ എന്നാണ് പറയുന്നത്. ജലസി ഈസ് എ മോർട്ടൽ സിൻ, മരണകരമായ ഒരു പാപമാണ്. പലപ്പോഴും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അസൂയ ഉണ്ടാവുന്നത്. എന്നേക്കാൾ മറ്റേയാൾ മികച്ചു നിൽക്കുന്നു. ഇപ്പോൾ പരീക്ഷാ കാലത്ത് മാതാപിതാക്കന്മാർക്ക് ഭയങ്കര അസൂയയാണ്. കുട്ടികൾക്ക് അസൂയയില്ല. മാതാപിതാക്കന്മാർ പറയും, ഷിബുവിന് ഷീലയേക്കാൾ മാർക്ക് കുറഞ്ഞു പോയി, അയ്യോ ഷീലയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അമ്മ വിഷമിക്കുകയാണ്, അപ്പൻ വിഷമിക്കുകയാണ്. അസൂയ നിറഞ്ഞ ഒരു സാഹചര്യമാണ്. മദ്യപാനം, വെറുക്കൂത്ത്, ഇതും അപകടകരമായ പാപങ്ങളിൽ പെടുന്നതാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിൽ ജീവിക്കുന്ന സമൂഹം ദൈവരാജ്യം ഒരിക്കലും അവകാശമാക്കുകയില്ല. ഒരിക്കൽ ഒരു ദുഃഖവെള്ളിയാഴ്ച പള്ളിയുടെ അകത്തുകൂടെ പ്രദക്ഷിണം നടന്ന അവസരത്തിൽ വൈദികൻ ഏറ്റവും പുറകിൽ, ഏറ്റവും മുമ്പിൽ ശുശ്രൂഷക്കാര്, എന്നാൽ അതിനു പുറകിലും ഒരു വ്യക്തി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. കാരണം മദ്യപാനം കൂടുമ്പോൾ കർത്താവ് മരിച്ചത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ചില സ്ത്രീകളും പൊട്ടിക്കരയും, വലിയ വിഷമമാണ്. കർത്താവ് മരിച്ചതിനെ പറ്റി ഓർത്ത് അവർക്ക് ഭയങ്കര സങ്കടമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് തന്നെ പറയുന്നു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് ഓർത്ത് കരവിൻ. ഇന്ന് നമുക്കൊക്കെ ശോകസാന്ദ്രമായ, അനുതാപപൂർണമായ കറുപ്പണിഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയത്തിൽ കർത്താവിനെ പ്രതിഷ്ഠിക്കുകയും പ്രതീക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കർത്താവിനെ പറ്റി ഓർത്ത് വലിയ സങ്കടമാണ്. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കെട്ടുകളെ പറ്റിയുള്ള ഒരു ബോധ്യം നമുക്ക് അനിവാര്യമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്.
പാപത്തിനും ദുസ്വഭാവത്തിനും അടിമപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ തീർച്ചയായും കെട്ടപ്പെട്ട ബന്ധനത്തിന്റെ അനുഭവത്തിലാണ്. ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ പരുമല സെന്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിന്റെ ഒരു വലിയ അഭിമാനമായി കരുതുന്ന ഒരു സ്ഥാപനമാണ്. അനേക വ്യക്തികൾ, അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നതിന് വേണ്ടി കടന്നു വരാറുണ്ട്. കേരളത്തിലുള്ള അനേക ഡി അഡിക്ഷൻ സെന്ററുകൾ നാം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ അനേക ആളുകൾ ക്രിസ്തുമസിനും ഈസ്റ്ററിനും മദ്യത്തിന്റെ ആ തിളർപ്പിൽ അല്ലെങ്കിൽ മദ്യത്തിന്റെ അടിമത്തത്തിൽ അവർ അമഗ്നരാവുകയും പിന്നീട് ഉള്ള ഒരാഴ്ചക്കാലം ഇവിടെ വന്ന് അഭയപ്പെടുകയും ചെയ്യാറുണ്ട്. ക്രിസ്തുമസും ഈസ്റ്ററും അവർക്ക് നൽകുന്ന ഒരു സീസണൽ ആയിട്ടുള്ള ഒരു അടിമത്തമുണ്ട്. സീസണൽ ബോണ്ടേജ്, സീസണൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പോലെ സീസണൽ ബോണ്ടേജ് എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം പാപത്തിന്റെ അടിമത്തത്തിൽ ആയിത്തീരുകയാണ്. കർത്താവ് യേശു മിശിഹ നമുക്ക് വേണ്ടി യാഗമായി ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തു എന്നത് ഒരർത്ഥത്തിൽ ആഘോഷമായി നാം കാണുമ്പോഴും മറുവശത്ത് ഒരു വിഭാഗം ആളുകൾ അത് മാനസിക അടിമത്തത്തിലേക്ക് അവരെ നയിക്കുന്ന ഉപാധികളായി മാറ്റുമ്പോൾ തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, ഞാനും നിങ്ങളും ഏതെങ്കിലും അവസ്ഥയിൽ കെട്ടപ്പെട്ടിട്ടുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ ഈ 15 കൂട്ടം കാര്യങ്ങൾ പറയുമ്പോൾ ഇതുകൂടാതെ ധാരാളം മാനസികമായ അടിമത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. നമ്മുടെ തെറ്റിദ്ധാരണകൾ, നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന മനോഭാവത്തിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചിലപ്പോൾ മാനസികമായ അടിമത്തം നമുക്ക് പകരുന്ന ചില സവിശേഷതകളാണ്. ഇത്തരത്തിലുള്ള മാനസിക അടിമത്തങ്ങളിൽ നിന്ന് നമുക്ക് വിമോചനം പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുറത്ത് വാതിൽക്കൽ, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. മർക്കോസിന്റെ സുവിശേഷം 11:4, തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അവർ അഴിച്ചു. ഒന്നാമത് കെട്ടപ്പെട്ട അവസ്ഥയാണ്. രണ്ടാമത് ഈ കഴുതക്കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വാതിൽക്കലുള്ള അവസ്ഥയാണ്. അതൊരിക്കലും തൊഴുത്തിനുള്ളിൽ കയറുന്നില്ല. നമുക്കറിയാം, തൊഴുത്തിന്റെ വാതിൽക്കൽ എന്ന് പറയുന്നത് മലീമസമായ ഒരു സാഹചര്യമാണ്. ഒരു തൊഴുത്തിന്റെ വാതിൽക്കൽ മലീമസമായ സാഹചര്യം, വളരെ മോശമായ ഒരു സാഹചര്യം. തൊഴുത്ത് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ദൈവരാജ്യം എന്ന ഒരു ആശയവുമായി തുലനം ചെയ്യുന്ന ഒന്നാണ്. വേദശാസ്ത്ര വ്യാഖ്യാതാക്കന്മാർ തൊഴുത്തിനെ ദൈവരാജ്യവുമായി ബന്ധിപ്പിക്കാറുണ്ട്. ദൈവരാജ്യത്തിന് പുറത്ത് വാതിൽക്കൽ നിൽക്കുന്ന ആളുകൾ, നമുക്ക് അറിയാം, പള്ളിയിൽ വരുന്ന ആളുകൾ, ചില ആളുകൾ വാതിൽക്കൽ നിൽക്കും, ചില ആളുകൾ വാതിൽക്കൽ കതകിനെ ചാരി. ക്ഷീണമുള്ളവർ കാണും, പക്ഷേ വളരെയധികം ആളുകളും വാതിൽക്കൽ നിൽക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. നല്ല വൃക്ഷങ്ങളുണ്ടെങ്കിൽ ആ വൃക്ഷച്ചുവട്ടിൽ നിന്ന് ആരാധന കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ വിമുഖത കാട്ടുന്നവരാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിനു മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിന് അവകാശിച്ചു കൊള്ളുകയെന്നാണ് ലുത്തിനിയായിൽ നാം പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്. ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനം ലുത്തിനിയ വായിക്കുമ്പോൾ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിനു മുമ്പ് നിങ്ങൾക്കായി ഒരുക്കി വെച്ച ദൈവരാജ്യത്തിന്റെ അനുഭവം നിങ്ങൾ ഉൾക്കൊള്ളുവിനെന്നാണ് അവിടെ പറയുന്നത്. ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ഉള്ളിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പള്ളിയിൽ വരുമ്പോൾ ഒരു ചെറിയ ഒരു ലജ്ജ സംഭവിക്കുന്നു. പള്ളിയിലെ അച്ഛൻ ഭവനത്തിൽ വരുമ്പോഴും ഇത്തരത്തിലൊരു ലജ്ജ അനുഭവിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവം. വീട്ടിൽ അച്ഛൻ വരുമ്പോൾ അല്ലെങ്കിൽ മെത്രാപ്പോലീത്ത ഭവനത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു ലജ്ജ തോന്നുന്നു. കാരണം നേരെ നിൽക്കാൻ കഴിയുന്നില്ല. അത് മാറി നിൽക്കുക, ഒഴിഞ്ഞു മാറുക, പിന്മാറുക, അപകർഷതയോടെ മാറുക, പിന്തിരിഞ്ഞോടുക, ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സാധാരണമാണ്. വൈദികനെ കാണുമ്പോൾ, ഭവനത്തിലേക്ക് വരുമ്പോൾ ഭവനത്തിന്റെ വാതിൽക്കൽ ഒന്ന് ഒളിഞ്ഞു നിൽക്കുക, നേരെ നിൽക്കാൻ കഴിയുന്നില്ല. പള്ളിയിൽ വന്നിട്ട് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. കനാൻ ഉറ്റുനോക്കുവാൻ 2 പേരെ അയച്ചു. മോശയും ഇസ്രായേലും കനാനിലേക്കുള്ള യാത്രയിൽ ഉറ്റുനോക്കാൻ പോയ ആളുകളെ പോലെ, കനാൻ ഉറ്റുനോക്കാൻ പോയതുപോലെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ഒറ്റുനോക്കി ഒളിഞ്ഞു നോക്കി മടങ്ങിപ്പോകുന്നവരാണോ? പഴയ ഒരു പറച്ചിലുണ്ട്, പള്ളിയിൽ പല ആളുകളുണ്ട്, യജമാനന്മാരുണ്ട്, അൻപടയന്മാരുണ്ട്, സെലൂൻ ബസ്സുമക്കാരുണ്ടെന്ന് പറയാറുണ്ട്.
യജമാനന്മാരെന്ന് പറയുന്നത് യജമാനന്മാരും അന്നേര് തുണറുള്ളോരായിത്തൻ എന്നുള്ള പാട്ട് പാടുമ്പോൾ യജമാനന്മാരെല്ലാം കയറി വരും. അൻപുടയോനെ എന്നുള്ള പാട്ട് പാടുമ്പോൾ അൻപുടയോന്മാരെല്ലാം കയറി വരും. അവസാനം ഒരു ആൾക്കാരുണ്ട്, സേലോൻ ബസ്ലോമോ, നിങ്ങളെല്ലാം സമാധാനത്തോടെ പോകുവിൻ എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് വരുന്ന ആളുകളും ഉണ്ട്. ഒരിക്കൽ ഞാനൊരു ദേവാലയത്തിൽ കുർബാന അർപ്പിച്ച് സേലോൻ ബസ്ലോമോ എന്ന് പറഞ്ഞ് പദവിയിൽ നിന്ന് കാലുകൾ താഴ്ത്തി വെച്ച് പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ അന്ന് വളരെയധികം വിഷമം തോന്നി. കുറേ ആളുകൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ച് വരികയാണ്. കാരണം അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലാണ് നാം ആരാധനയെ വീക്ഷിക്കുന്നത്. വ്യത്യസ്ത സമയത്ത് വരികയും വ്യത്യസ്ത സമയത്ത് വന്നാലും നാം പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ, പ്രധാന റോളുകൾ ഏറ്റെടുക്കാതെ, സഭയുടെ പ്രധാന ദൗത്യങ്ങൾ ഏറ്റെടുക്കാതെ പിന്തിരിപ്പന്മാരും പിന്തിരിഞ്ഞോടുന്നവരുമായി ഞാനും നിങ്ങളും മാറുന്നുണ്ടോ? സഭയുടെ ദൗത്യം ദൈവത്തിൻ്റെ ദൗത്യമാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ ആ സുവിശേഷ മർമ്മം പൂർണ്ണമായി ഉൾക്കൊള്ളാതെ ജീവിക്കുന്നുണ്ടോ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തിൽ പറയുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് കർത്താവ് യേശു മിശിഹ നമ്മെ ഓർമ്മിപ്പിച്ചത്. ഈ ദൈവരാജ്യമാകുന്ന സഭയുടെ സുവിശേഷപരമായ മർമ്മങ്ങളെ ഉൾക്കൊള്ളാതെ പിന്തിരിഞ്ഞോടുന്നവരും ആരാധനയിൽ പിന്തിരിഞ്ഞു നിൽക്കുന്നവരും വാതിൽക്കൽ ചാരിയിരുന്ന് ഉറങ്ങുന്നവരുമായ ആളുകൾ നമ്മുടെ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് എവിടെയെങ്കിലും ഒന്ന് ചാരാൻ ഒരു സ്ഥലം വേണം, നേരെ നിൽക്കത്തില്ല. നമുക്ക് ഈ ഒരു അവസ്ഥയാണോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ, ദൈവരാജ്യ അനുഭവത്തിൽ പരിശുദ്ധ സഭയുടെ ഉള്ളിൽ പ്രവേശിച്ച് പൂർണ്ണമായ ബോധ്യത്തോടെ ഞാനും നിങ്ങളും നിൽക്കുന്നതിന് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായി ഈ കഴുതക്കുട്ടിയെ പറ്റി പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയാണ്. ഈ കഴുതക്കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു അവസ്ഥയാണ്. ഇതുവരെ ആരും അതിനോട് സംസാരിച്ചിട്ടില്ല. പള്ളിയിൽ അച്ഛൻ, പള്ളിയിലെ പ്രധാനപ്പെട്ട എല്ലാവരെയും അറിയാം. എന്നാൽ ഈ പാവപ്പെട്ട പാപിയായ എന്നെ ഈ അച്ഛൻ അറിയില്ല. പള്ളിയിലെ മറ്റു പ്രവർത്തകർക്ക് എന്നെ അറിയില്ല. പാപിയുടെ മറ്റൊരു അവസ്ഥയാണ്. ആർക്കും ഉപയോഗമില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ അവരാരും എന്നോട് ഇതുവരെയും സമ്മതിക്കാതിരുന്നത്, എന്നോട് ഇതുവരെയും സംസാരിക്കാതിരുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നത്. എന്നെ കൊണ്ട് ഈ പള്ളിക്ക്, ഈ ഇടവയ്ക്ക്, സഭയ്ക്ക് വലിയ ഉപയോഗമൊന്നുമില്ല എന്ന് കരുതുന്നത് കൊണ്ട് തന്നെയാവാം. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പള്ളിയിൽ വരണം, നീ പ്രാർത്ഥനായോഗത്തിൽ വരണം, ആരാധനയ്ക്ക് വരണം എന്ന് അച്ഛനും പറയുന്നില്ല, ഈ ജനങ്ങളും പറയുന്നില്ല. എൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ഇതുവരെയും ഈ കഴുതക്കുട്ടിയുടെ അടുത്ത് ആരും സമ്മതിച്ചിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അതിനെ ഉപയോഗിച്ചിട്ടില്ല. പാപിയുടെ ഏറ്റവും ശോചനീയമായ ഒരവസ്ഥയാണ് ഇത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം വേദന അനുഭവിക്കും. അവഗണിക്കപ്പെടുന്ന സമൂഹം, അവഗണിക്കപ്പെടുന്നവൻ, ആരോരുമില്ലാത്തവൻ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ ഇന്ന് തീർച്ചയായും അങ്ങേയറ്റം വേദന അനുഭവിക്കുന്നവരാണ്. പാർശ്വവൽക്കരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ സമൂഹങ്ങൾ എടുക്കുന്ന ഒരു വാക്യമാണ്. മാർജിനലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയും. നമുക്കറിയാം, ഒരു പേപ്പറിന്റെ ഒരു മാർജിൻ, കുറെ ഭാഗങ്ങൾ നമ്മൾ മാറ്റിവെക്കും, അതാരും ശ്രദ്ധിക്കുന്നില്ല. അതിനാണ് മാർജിനലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയും. ദളിത്സ് എന്നൊക്കെ പറയും. അവഗണിക്കപ്പെട്ട, മർദ്ദിക്കപ്പെടുന്ന, ആരോരുമില്ലാത്ത ഒരു വിഭാഗം. അവരെ ആരും പരിഗണിക്കാറില്ല. ഒരു പേപ്പർ എടുത്താലും മാർജിനിലേക്ക് ആരും നോക്കില്ല, അക്ഷരങ്ങളിലേക്കാണ് നോക്കുന്നത്. അക്ഷരങ്ങൾ മാത്രമാണ് നാം ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങേയറ്റം സമൂഹത്തിൽ നിലകൊള്ളുകയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്ന ആളുകളിലേക്ക് മാത്രമാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ പോകുന്നത്. പക്ഷേ ഇവിടെ യേശുക്രിസ്തു ഏറ്റവും ഹീനമായ, അവഗണിക്കപ്പെടുന്ന ഈ കഴുതക്കുട്ടിയാണ് താൻ ശ്രദ്ധിക്കുന്നത്. വേണമെങ്കിൽ യേശുവിന് ഒരു കുതിരയെ സ്വീകരിക്കാമായിരുന്നു. താൻ രാജാവും ഭൂലോകത്തിന്റെ അധികാരിയും സർവ മേലധികാരത്തിന്റെയും ചെങ്കോൽ താൻ വേറുന്നവനുമാണ്. മഹാരാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ്, സർവപ്രപഞ്ചത്തിന്റെയും ഉടയവനാണ്. ഈ യേശുവിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് തൻ്റെ ഈ ആഘോഷസമന്വിതമായ യാത്രയ്ക്ക് സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ യേശു സ്വീകരിച്ചത് ഈ അവഗണിക്കപ്പെടുന്ന, ആർക്കും വേണ്ടാത്ത,
പരിഗണന അർഹിക്കാത്ത പാപിയായ മലീമസമായ സാഹചര്യത്തിൽ കിടന്ന ഈ കഴുതക്കുട്ടിയാണ്. ഞാനും നിങ്ങളും ഇന്ന് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും മഹനീയമായ, ഏറ്റവും മറ്റുള്ളവരായ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സുന്ദരമായ ഒന്ന് ഒരുപക്ഷെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തേക്കാം. പക്ഷെ ഇവിടെ യേശുവിൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും വേദന അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഇവർ പരിഗണിക്കുന്നില്ലല്ലോ, എന്നെ സഭ പരിഗണിക്കുന്നില്ലല്ലോ, എന്നെ ഇടവക പരിഗണിക്കുന്നില്ലല്ലോ, എന്നെ ഈ കുടുംബത്തിൽ ഒരു പരിഗണന ലഭിക്കുന്നില്ലല്ലോ, ഭാര്യ ഓർക്കും ഭർത്താവിനെ പരിഗണിക്കുന്നില്ലല്ലോ, മക്കൾ ഓർക്കുന്നു മാതാപിതാക്കന്മാർ പരിഗണിക്കുന്നില്ലല്ലോ. മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ ശോകം ഇന്ന് മക്കൾ ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പരിഗണന ലഭിക്കാത്ത ഒരു സമൂഹം, അവഗണന അർഹിക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അവഗണന അനുഭവപ്പെടുന്ന ഒരു സമൂഹം ഇന്ന് ഏറ്റവും സാധാരണമാണ്. ഇത്തരത്തിലൊരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുകയും അതിൻ്റെ വിമോചനത്തിനു വേണ്ടി അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് മോശ. അവഗണിക്കപ്പെട്ട, മർദ്ദിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, ആരോരുമില്ലാത്ത, ലീഡർഷിപ്പില്ലാത്ത, നേതൃത്വമില്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊണ്ടവനാണ് മോശ. ആ അടിമത്തത്തിൽ നിന്ന്, മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചുകൊണ്ട് ഈ മോശ പോവുകയാണ്. അവിടെ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു സമൂഹത്തെ തൻ്റെ നേതൃത്വത്തിൽ ദൈവീക കാന്തിയിൽ, ദൈവീക ശോഭയിൽ അദ്ദേഹം നയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ? നമ്മളെപ്പോഴും പറയും എന്നെ ആരും പരിഗണിക്കുന്നില്ല. പക്ഷേ ഈ സമൂഹത്തിൽ പരിഗണന അർഹിക്കുന്ന, എന്നാൽ എല്ലാവരും അവഗണിക്കപ്പെടുന്ന ആളുകളെ പരിഗണിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധയൂന്നാറുണ്ടോ? നമ്മൾ നമ്മുടെ കാര്യം പറയും, പക്ഷെ നമ്മുടെ ഭവനത്തിലും ഇടവകയിലും സഭയിലും സമൂഹത്തിലും പരിഗണന അർഹിക്കുന്ന ആളുകളെ പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വേദനിക്കുന്ന, ആരോരുമില്ലാത്ത ഒരു വ്യക്തിയെങ്കിലും പരിഗണിക്കുവാനും അവരെ നോക്കി ഒന്ന് മന്ദഹസിക്കുവാനും ഒന്ന് ചിരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്ന് ചിരിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. ജീവിതത്തിൻ്റെ ഇത്രയും നാളുകൾ ശരിക്കും ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത ആളുകളുണ്ട്. 80 വയസ്സ് വരെ ജീവിച്ചു, ആരോടും ചിരിച്ചിട്ടില്ല. ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ ധാർഷ്ട്യ മനോഭാവത്തോടെ ജീവിക്കുകയാണ്. ഒരു ചിന്തകൻ പറയുന്നത്, മാൻ ഈസ് ദി ഓൺലി ആനിമൽ ദാറ്റ് ലവ്സ് ആൻഡ് ക്രൈസ് ആൻഡ് നോസ് വൈ എന്ന് പറയുന്നു. മനുഷ്യൻ മാത്രമാണ് ചിരിക്കാനും കരയാനും അറിയുന്ന ഏക ജന്തു. മാൻ ഈസ് ദി ഓൺലി ആനിമൽ ദാറ്റ് ലവ്സ് ആൻഡ് ക്രൈസ് ആൻഡ് നോസ് വൈ. കാരണം പറഞ്ഞ് ചിരിക്കാനും കരയാനും കഴിയുന്ന ഏക വ്യക്തി മനുഷ്യൻ മാത്രമാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അവഗണന അർഹിക്കുന്ന സമൂഹത്തെയൊക്കെ തിരഞ്ഞു പിടിച്ച് തൻ്റെ ശുശ്രൂഷയിലേക്ക് ചേർത്തു എന്നുള്ളതാണ്. ശമര്യക്കാരി സ്ത്രീ ഏറ്റവും അവഗണന അർഹിക്കുന്ന സ്ത്രീ ആയിരുന്നു. 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ അവിടെ ഭർത്താവല്ല, ഏറ്റവും മോശമായ സ്ത്രീ. ആ സ്ത്രീയോടാണ് യേശു സമ്മതിക്കുന്നത്. ശമര്യക്കാരോട് യാതൊരു സംസർഗവുമില്ല, ഐത്തമാണ്, അൺടച്ചബിലിറ്റിയാണ്. പക്ഷേ യേശു അവളോട് കടാക്ഷിക്കുകയും അവളോട് ചിരിക്കുകയും അവളോട് ചോദിക്കുകയും അവളുടെ വെള്ളം കുടിക്കുകയും ചെയ്യുകയാണ്. അതാണ് യേശുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. യേശു നടന്നു പോയപ്പോൾ വയലിലെ ലില്ലിപ്പൂവിനെ യേശു പരിഗണിച്ചു. എത്ര ചെറിയ പൂവായിരുന്നു ലില്ലിപ്പൂ. ഏറ്റവും ചെറിയ കടുകുമണിയെ യേശു എടുത്ത് ഏറ്റവും ദൃഷ്ടാന്തം പറഞ്ഞു. ഈ കടുകുമണിയെ നോക്കി പഠിപ്പീൻ, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു ഉപമ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ പ്രത്യേകത ഏറ്റവും ചെറുതും ഹീനവും മോശവും എന്ന് കരുതുന്നതിനെയൊക്കെ പരിഗണിച്ചു എന്നുള്ളതാണ്. താൻ നടന്നുപോയ വഴിയിൽ മുക്കുവന്മാരായ, അയ്യോ വളരെയധികം നാറ്റമുള്ള, നല്ല മണമില്ലാത്ത, ഗുണമില്ലെന്ന് കരുതുന്ന മുക്കുവന്മാരെ യേശു തൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിച്ചു ചേർത്തു. അതെ, മീൻകാരായിരുന്നു, മീൻപിടുത്തക്കാരും മീൻകാരും. നമുക്കറിയാം മീൻകാർക്ക് എന്താ വിലയുള്ളത്, മുക്കുവന്മാർക്ക് എന്താണ് വിലയുള്ളത്. മുക്കുവന്മാര് ഇന്ന് വെടിയേൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വഴിയെ പോകുന്നവനൊക്കെ വെടിവെക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്രമാത്രം ഹീനമെന്ന് കരുതുന്ന ഒരു സമൂഹത്തെയാണ് തൻ്റെ ശിഷ്യത്വത്തിലേക്ക്, അപ്പോസ്തോലികമായ ദൗത്യത്തിലേക്ക് താൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ യേശുവിൻ്റെ ഈ പരിഗണന എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരാൽ തള്ളിക്കളയുന്നത് മൂലക്കല്ലായി തീരും എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുന്നത് പോലെ തള്ളിക്കളയുന്നതിനെയൊക്കെ തിരഞ്ഞെടുക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു മനോഭാവമാണ് യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നത്. അവഗണിക്കപ്പെട്ട, ആരോരുമില്ലാത്ത, പാവപ്പെട്ട അനാഥരെയും വിധവകളെയും കുഞ്ഞുങ്ങളെയും ചുങ്കക്കാരെയും തൻ്റെ ശിഷ്യത്വത്തിലേക്ക് അവൻ മാടി വിളിച്ചു. പാവപ്പെട്ടവരെ മാത്രമല്ല, രോഗികളെന്ന് കരുതുന്ന കുഷ്ഠരോഗിയെ പോലും തൊട്ടു സൗഖ്യമാക്കുകയാണ്. മർത്തോമാ മെത്രാപ്പോലീത്ത
അഭിമന്യ ക്രിസ്തോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഞാനായിരുന്നെങ്കിൽ ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതിന് ശേഷമേ തൊടുകയുള്ളായിരുന്നു. യേശു എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്! യേശു തൊട്ട് സൗഖ്യമാക്കി. യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. ഞാനായിരുന്നെങ്കിൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതിന് ശേഷമേ തൊടുകയുള്ളായിരുന്നു. കാരണം അത്രമാത്രം അൺടച്ചബിലിറ്റി ഐറ്റം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ വളരെ മാർജിനലൈസ്ഡ് ആയിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട കുഷ്ഠരോഗിയെയും കുരുടന്മാരെയും മുടന്തരെയും ആലംബഹീനരെയും സൗഖ്യമാക്കിയ ഒരു യേശുവാണ് നമ്മുടെ ദൈവം. പക്ഷെ നമ്മളൊക്കെ ഈ ദൈവത്തെ സ്വർണ്ണ കൂടാരങ്ങളിൽ അടിച്ചു വെക്കുകയും സ്വർണ്ണ പതക്കങ്ങൾ കൊണ്ട് നല്ല രൂപങ്ങളാക്കി മാറ്റി വെക്കുകയും നല്ല ചിത്രങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊക്കെ നല്ലതാണെങ്കിലും ആ യേശു അനുഭവിച്ച വേദനയും യേശുവിൻ്റെ ശുശ്രൂഷയുടെ ദൗത്യവും പലപ്പോഴും ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. യേശു ഈ കഴുതക്കുട്ടിയെ അങ്ങേയറ്റം തൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച് ചേർക്കുകയാണ്. ആർക്കും വേണ്ടാത്തതിനെ തൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിക്കുകയാണ്. നാലാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അറിയാം, ഈ കഴുതക്കുട്ടി യേശുവിനെ അറിയുന്നില്ല, പക്ഷേ യേശു കഴുതക്കുട്ടിയെ അറിഞ്ഞു. കഴുതക്കുട്ടിയെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ അയക്കുന്നു. പക്ഷെ കഴുതക്കുട്ടി യേശുവിനെ അറിഞ്ഞോ? യേശുവിനെ കഴുതക്കുട്ടിക്ക് അറിയില്ല, പക്ഷെ യേശുവിന് കഴുതക്കുട്ടി അറിയാം. എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷെ നിങ്ങളെ എനിക്കറിയാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? മൻമോഹൻ സിംഗിന് നമ്മളെ അറിയത്തില്ല, പക്ഷെ മൻമോഹൻ സിംഗിനെ നമുക്കറിയാം. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം, എത്ര വലിയവനാണെന്ന് നമുക്കറിയാം. പക്ഷെ മൻമോഹൻ സിംഗ് നമ്മളെ അറിയാമോ? പക്ഷെ ഇവിടെ തിരിച്ചാണ്, അത് പ്രധാനമന്ത്രിയാണ്, വലിയവനാണ് മൻമോഹൻ സിംഗ്, അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ വലിയ വലിയ ആളുകളാണ്. പക്ഷേ ഇവിടെ ദ ലീസ്റ്റ്, ഏറ്റവും ചെറുത് ദൈവത്തെ തിരിച്ചറിയുന്നില്ലെങ്കിലും യേശു ഏറ്റവും ചെറുതിനെ തിരിച്ചറിയുകയാണ്. യേശു അതിനെ അറിയുകയാണ്. നമ്മളെ അവരറിഞ്ഞില്ലെങ്കിലും നമ്മൾ അവരെ അറിയണം. യേശുവിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? യേശു ചിലപ്പോൾ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ഇതല്ലേ പറഞ്ഞത്? യേശു ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അവർ തന്നെ സങ്കോചപ്പെടുകയാണ്. നമ്മൾ ഈ പറഞ്ഞത് എങ്ങനെ യേശു അറിഞ്ഞു? നിങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് യേശു ചോദിക്കുമ്പോൾ അവര് സംഭാഷണം നടത്തിയത് യേശുവിനറിയാം, പക്ഷെ അവര് പറഞ്ഞത് യേശു അറിഞ്ഞു എന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്കാനറിനെ പോലെ ഇന്നത്തെ ഏറ്റവും വലിയ അൾട്രാവെൽ റേസിനേക്കാളോ എക്സ്റേയേക്കാളോ സ്കാനറിനേക്കാളോ ഒക്കെ വലിയ അതീന്ദ്രിയമായ ഒരു ശക്തി യേശുവിൽ ഉണ്ടായിരുന്നു. ബസേലിയോസ് ഗീവർഗീസ് കാതോലിക്ക ബാവ, കല്ലാശ്ശേരിൽ ബാവ എന്ന് പറയുന്ന ആ പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തൻ്റെ അടുത്ത് വരുന്നവരെ ആകെ ഒന്ന് നോക്കി കൊള്ളാമെന്നും കൊള്ളത്തില്ലെന്നും പറയാൻ ശക്തനായിരുന്നു എന്നാണ് പറയുന്നത്. വൈദിക ശുശ്രൂഷയിലേക്ക് താല്പര്യത്തോടെ വരുന്ന ആളുകളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഒന്ന് മുഴുവൻ ഒഴിഞ്ഞു നോക്കിയിട്ട് നിന്നെ കൊള്ളാം, നിന്നെ വൈദിക ശുശ്രൂഷയ്ക്ക് കൊള്ളാം, നിന്നെ കൊള്ളത്തില്ല എന്ന് ഒറ്റയടിക്ക് തന്നെ പറയുമായിരുന്നു. അങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞ പലരും ശ്രേഷ്ഠനായി തീരുകയും കൊള്ളില്ല എന്ന് പറഞ്ഞവർ പിന്നീട് പല സാഹചര്യങ്ങളിലും മറ്റ് സഭയിലേക്ക് പോയി വൈദിക വട്ടം സ്വയം സ്വീകരിക്കുക ചെയ്ത ആളുകൾ പിന്നീട് ശ്രേഷ്ഠത നഷ്ടപ്പെടുത്തി ജീവിച്ചതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ആ പിതാവ് കല്ലാശ്ശേരിൽ ഗീവർഗീസ് തിരുമനസ്സുകൊണ്ട് ആരെയും നോക്കിയാൽ അവരുടെ ഹൃദയം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ മനസ്സിന്റെ ഉള്ള് എന്താണെന്നുള്ളത് ഇന്ന് ആളുകൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ ഉള്ളം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അത് വലിയ ഒരു കഴിവാണ്. അത് ഭൗതികമായ ഒരു കഴിവിനേക്കാൾ ആധ്യാത്മികമായ ഒരു സവിശേഷതയാണ്. കർത്താവായ യേശു ക്രിസ്തു വളരെ ദൂരത്തിരുന്ന ഈ വ്യക്തിയെ, കഴുതക്കുട്ടിയെ അവൻ അറിയുകയാണ്. കാരണം അവൻ ദൈവമാണ്, സാധാരണ മനുഷ്യനല്ല എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും നമ്മുടെ സമൂഹേ നടക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന ഏറ്റവും ചെറുതെന്ന് കരുതുന്ന ആളുകളുടെ പോലും ഉള്ളം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ സുവിശേഷപരമായ ദൗത്യം തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഒഴിഞ്ഞുമാറ്റക്കാരെയും പിന്മാറ്റക്കാരെയും ഒക്കെ നാം തിരിച്ചറിയുകയും അഭിനയക്കാരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യണം. മൂടുപടം അണിയുന്ന ആളുകളെ തിരിച്ചറിയണം. എങ്കിലേ ഭരണപരമായ ദൗത്യങ്ങളിൽ അത് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഭരണപരമായ ദൗത്യങ്ങളിൽ അഭിനയക്കാരെയും
കൊള്ളാത്തവരെയും യോഗ്യതയില്ലാത്തവരെയും ഒക്കെ തൻ്റെ ദൗത്യങ്ങളിൽ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. യേശു ക്രിസ്തു തൻ്റെ ദൗത്യത്തിൽ ഈ ജയകരമായ ഈ ഘോഷയാത്രയിൽ പോലും താൻ തിരഞ്ഞെടുക്കുന്ന വളരെ സെലക്റ്റീവായിട്ടാണ്, വളരെയധികം ആഴമായി ചിന്തിച്ചിട്ടായിരിക്കണം. ഒരുപക്ഷെ ഈ യാത്രയിൽ ഒരു കുതിരയെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ കുതിര ഓടുകയും ഈ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ ഇടയാവുകയും ചെയ്തേക്കാം. ഇവിടെ യേശു വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ ബുദ്ധിപരമായും യുക്തിപരമായും ആധ്യാത്മികമായും തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകൻ വന്ന് ആദ്യത്തവനെ കണ്ടിട്ട് പറഞ്ഞു കൊള്ളത്തില്ല, ഇശായിയുടെ ഒന്നാമത്തവൻ നിന്നെ കൊള്ളത്തില്ല. രണ്ടാമത്തെ കണ്ടോ അവനോടും പറഞ്ഞു നിന്നെയും കൊള്ളില്ല, നീയും യോഗ്യനല്ല, നീയും യോഗ്യനല്ല എന്ന് പറഞ്ഞ് 7 പേരെയും തള്ളിയിട്ടാണ് ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെയും തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വൈവാഹിക ജീവിതത്തിലാണെങ്കിലും ആധ്യാത്മിക ജീവിതത്തിലാണെങ്കിലും നല്ല തിരഞ്ഞെടുപ്പുകൾ അനിവാര്യമാണ്. കർത്താവിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രേഷ്ഠമായി മാറുകയാണ്. ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല, ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ളത് നിലയിൽ തന്നെ ഈ കഴുതക്കുട്ടിയെ യേശു തിരഞ്ഞെടുക്കുകയാണ്. അഞ്ചാമതായി ഈ കഴുതക്കുട്ടിയെ പറ്റി പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴുതക്കുട്ടിയെ വിമോചിപ്പിക്കുന്നത് ബാഹ്യമായ ഒരു ശക്തിയാണ്. ദി ബോണ്ടേജ് റിലീവ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മാത്രമാണ് ഈ ബോണ്ടേജ് മാറുന്നത്. നമ്മുടെ പല ബന്ധനങ്ങളും അത് മാറണമെങ്കിൽ, ബന്ധനങ്ങൾ മാറണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവണം. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാമെന്ന് ആരെങ്കിലും കരുതിയാൽ അവർക്ക് അപകടമാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ആട്, അത് സ്വയം ഇങ്ങനെ ആ കെട്ടൊന്ന് അഴിക്കാൻ ശ്രമിക്കും. അത് ഈ കെട്ടഴിക്കാൻ ശ്രമിക്കും തോറും ഈ ആട് കുരുങ്ങി വള്ളിയിലോ കുറ്റിച്ചെടിയിലോ അല്ലെങ്കിൽ മരത്തിലോ അതിൻ്റെ കാല് തന്നെയോ ഒരുപക്ഷെ കെട്ടപ്പെട്ട് കൂടുതൽ ബന്ധനത്തിൽ ആകാൻ സാധ്യതയുണ്ട്. നമുക്കെല്ലാം പ്രശ്നമുള്ളവരാണ്. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പ്രശ്നങ്ങളുള്ളവരാണ്. പക്ഷെ എല്ലാ പ്രശ്നങ്ങളും നാം തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ അപകടകരം എന്ന് മാത്രമല്ല, കൂടുതൽ ബന്ധനത്തിൽ നമ്മെ ആക്കും എന്നതിന് യാതൊരു സന്ദേഹവുമില്ല. കേരളത്തിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരികയാണ്. കാരണം എന്താണ്? കൗമാരക്കാരുടെ ഇടയിലുള്ള ആത്മഹത്യ എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്നത്. കാരണം അവർക്ക് ഷെയർ ചെയ്യുവാൻ ആരുമില്ല. അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ക്ലാസ് ടെസ്റ്റിന് പരാജയപ്പെട്ടു, അവൻ പോയി സൂയിസൈഡ് ചെയ്തു. 9ാം ക്ലാസ്സിൽ ക്ലാസ് ടെസ്റ്റിന് പരാജയപ്പെട്ടു. പബ്ലിക് എക്സാം അല്ല, ഒരു ക്ലാസ് ടെസ്റ്റിന് അല്പം മാർക്ക് കുറഞ്ഞു എന്ന് ഓർത്ത് അവൻ ഇങ്ങനെ വിഷമിക്കുകയാണ്. അവൻ്റെ മുറിയിൽ കയറി ഇരുന്ന് വിഷമിച്ച് അവസാനം അവൻ ഒരു തൂക്കുകയറിൽ അവൻ്റെ ജീവിതം അഭയപ്പെടുത്തി പണയപ്പെടുത്തി അവൻ നശിപ്പിക്കുകയാണ്. യൂദായ്ക്കും സംഭവിച്ചത് തന്നെയാണ്. യൂദ യഥാർത്ഥത്തിൽ പാപം ചെയ്തു, അതിന് സമാനമായ പാപം ചെയ്തവനാ പത്രോസ്. പക്ഷേ പത്രോസ് ദൈവസന്നിധിയിൽ ദൈവവുമായി അവൻ ഷെയർ ചെയ്തു. ദൈവവുമായി ഒന്ന് ഷെയർ ചെയ്യണം. ഈ ലോകത്തുള്ള മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് പോലെ അത് സാധിച്ചില്ല എങ്കിൽ ദൈവവുമായുള്ള ഒരു ഷെയറിങ് അനിവാര്യമാണ്. പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു. വേദപുസ്തകം പറയുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ പ്രസവിക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ പ്രസവിക്കും. യൂദായുടെ ദുഃഖം അതായിരുന്നു. യൂദാ പോയി കെട്ടിഞ്ഞാൻ ചത്തു. അവൻ തെറ്റ് ചെയ്തു. അവനെ പറ്റി തന്നെ ഓർത്ത് ദുഃഖിച്ച് ഡിപ്രസ്ഡായി അവൻ അവസാനം സൂയിസൈഡ് ചെയ്യുകയാണ്. അതേസമയം പത്രോസ് അവൻ അതിദുഃഖത്തോടെ മാനസാന്തരപ്പെട്ട് കരഞ്ഞു. മാനസാന്തരത്തിന്റെ ദുഃഖം സന്തോഷമുളവാക്കുന്നു. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അനിവാര്യമാണ്. സ്വയം എല്ലാ വിഷയവും പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവരുമായി ഒന്ന് ആശയവിനിമയം നടത്തുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ജീവിതശൈലി. ഇന്ന് മനുഷ്യൻ ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറുകയും അണുകുടുംബങ്ങളായി മാറുകയും മനുഷ്യൻ തന്നിൽ തന്നെ ഒതുങ്ങുകയും അവന് സെൽഫിഷായി കൂടുതൽ മാറുകയും ചെയ്ത കാലഘട്ടത്തിൽ അവനോട് തന്നെ ഷെയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴുതക്കുട്ടിയുടെ കെട്ടുകൾ അഴിക്കുന്നത് വെറും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല.
വെറും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നിങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ഒരു വൈരൂപ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അവിടെ നിന്ന് തൂത്തേക്കാം. അല്പം ഒരു കൺമഷി ഉണ്ട് എന്ന് ഒരു പെൺകുട്ടിയോട് പറഞ്ഞാൽ അവളിങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ തൂക്കുമ്പോൾ അത് ആകപ്പാടെ പടർന്നു പിടിക്കും. എന്നാൽ അത് യഥാർത്ഥമായ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കി അദ്ദേഹം തന്നെ പരിഹരിച്ചുവെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിനും ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല, വിശ്വാസ്യതയില്ല, പൂർണ്ണമായ ഒരു വിശ്വാസ്യത. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നു, നമ്മുടെ അയൽപ്പക്കക്കാരോട് പറഞ്ഞു, പള്ളിയിലുള്ള ആൾക്കാരോട് പറഞ്ഞു, അതിന് പരിഹാരമില്ല, പൂർണ്ണമായ പരിഹാരമില്ല. ഇവിടെ പറയുന്നു യേശു തൻ്റെ 2 ശിഷ്യന്മാരെ അയച്ചു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയാണ് കളക്റ്റിവിസം എന്ന് പറയുന്നത്. കളക്റ്റീവായിട്ടാണ് യേശു എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നത്, സിംഗുലറായിട്ടല്ല. എല്ലാം ഒരു ഏകാധിപത്യ ശൈലിയിലല്ല യേശു ശുശ്രൂഷ നിറവേറ്റുന്നത്. 2 ശിഷ്യന്മാരെയാണ് ഈ ദൗത്യത്തിന് വേണ്ടി അയക്കുന്നത്. 2 ശിഷ്യന്മാരെ എന്നിട്ടാണ് ഈ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുന്നത്. കേവലം വഴിയെ പോയ 2 പേരോട്, എടോ ചാക്കോച്ച, എടാ തോമാശെങ്കിൽ വന്നേ, നീ പോയി എന്നാ നിനക്ക് 50 ദിനോറോ നിനക്ക് തരാം, നീ ആണ്ടാ കഴുതക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവാ എന്ന് യേശു പറഞ്ഞില്ല. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ ഒത്തിരി ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായിരുന്നാലും യേശു തൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിറവേറ്റുന്നതിന് ചുമതലപ്പെടുത്തുന്നത് തൻ്റെ ശിഷ്യന്മാരെയാണ്, വഴിയെ പോകുന്ന ആളുകളെ അല്ല. നമുക്കറിയാം, ഇന്ന് വഴിയെ പോകുന്ന ധാരാളം സുവിശേഷ പ്രവർത്തകരുണ്ട്. നമ്മൾ എവിടെ നിന്നാലും സുവിശേഷം കിട്ടും. ബസ്സിലും ബസ് സ്റ്റാൻഡിലും കവലയിലും മുക്കവലയിലും എവിടെയും നമുക്ക് സുവിശേഷം കിട്ടും. TV ഓണാക്കിയ കിട്ടും. പക്ഷെ അതൊന്നും അല്ല ദൈവം നിറവേറ്റുന്ന ശുശ്രൂഷ. നമുക്ക് TV ഓണാക്കിയ ശുശ്രൂഷ കിട്ടും, അതല്ല യഥാർത്ഥ ശുശ്രൂഷ. കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തെയാണ് ഈ ചെറിയ കഴുതക്കുട്ടിയെ അഴിക്കുന്നതിൽ പോലും ഉപയോഗിക്കുന്നത് എങ്കിൽ, മനുഷ്യരായ നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കുന്നതിന് ദൈവം നിയോഗിക്കുന്നത് മറ്റാരെയുമല്ല, കർത്താവിൻ്റെ ശിഷ്യ സമൂഹത്തെയാണ്. അപ്പോൾ അപ്പോസ്തോലികമായ അധികാരം, ശ്ലൈഹികമായ അധികാരം, അതിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മനുഷ്യന്റെ ബന്ധനങ്ങൾ അഴിക്കുന്നതിന് ചുമതലയുള്ളത് വഴിയെ പോകുന്നവർക്കല്ല. ഒരു കൗൺസിലിങ്ങിൽ പോയാൽ ഒരുപക്ഷെ ചില പ്രശ്നങ്ങൾ പരിഹരിച്ചേക്കാം. പക്ഷേ അതല്ല, കർത്താവ് പറയുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. വഴിയെ പോകുന്ന ആരെങ്കിലുമല്ല, പണം കൊടുത്ത് ലഭിക്കുന്ന ഒന്നല്ല. നിങ്ങൾ ആരുടെ പാപങ്ങൾ കെട്ടുന്നുവോ അവ കെട്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ കുംഭസാരം ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ദൃഷ്ടാന്തവൽക്കരിക്കപ്പെടുന്നത്. ആലങ്കാരികമായി പറയുമ്പോൾ മനുഷ്യന്റെ ബന്ധനങ്ങൾ വിമോചിപ്പിക്കുന്നതിന് ശ്ലൈഹികമായ അധികാരത്തിന്റെ പിന്തുടർച്ചയുള്ള ആചാര്യനിൽ കൂടെ മാത്രം നിറവേറ്റപ്പെടേണ്ട ഒന്നാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങൾ, ബന്ധനങ്ങൾ പൂർണ്ണമായി വിമോചിപ്പിക്കുവാനുള്ള അധികാരമുള്ളത് ആചാര്യനിലൂടെയാണ്. ആചാര്യൻ എന്ന് പറയുന്നത് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി പകരം നിൽക്കുന്നവനാണ്. എപ്പിസ്കോപ്പ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സാക്രമെന്റൽ പ്രസൻസ് ആണ്, കൗദാശിക സാന്നിധ്യമാണ്. കർത്താവായ യേശു മിശിഹായുടെ കൗദാശിക സാന്നിധ്യമാണ് മെത്രാപ്പോലീത്ത എന്ന് പറയുന്നത്. മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി പകരം നിൽക്കുന്ന ആളാണ് വൈദികൻ. അപ്പോൾ ആ ശ്ലൈഹികമായ പിന്തുടർച്ചയിൽ കൂടെ മാത്രമാണ് നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായി വിമോചിപ്പിക്കപ്പെടുന്നത്. അല്ലാത്ത പാപങ്ങൾ അവിടെ തന്നെ നിലകൊള്ളുകയാണ്. പക്ഷേ കുംഭസാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, ആർക്കും ഇന്ന് പാപങ്ങളില്ല, ആർക്കും വലിയ പാപങ്ങളൊന്നുമില്ല. ചിലർ വന്ന് പറയും, എന്തെങ്കിലും അച്ഛൻ വലിയ ദീർഘമായ ഒരു പ്രാർത്ഥനയൊക്കെ ഏറ്റുചൊല്ലാൻ പറയും. വിശ്വാസികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും, സ്തോത്രം വെച്ചാ സ്തോത്രം. പാപങ്ങളുണ്ടോ? സ്തോത്രം. ഒരു പാപവുമില്ല. എന്തെങ്കിലും പാപങ്ങളുണ്ടെന്നാ തോന്നുന്നേ, പ്രത്യേകിച്ച് പാപങ്ങളൊന്നുമില്ല. ഞാൻ വളരെ നല്ലവനായിട്ട് ജീവിക്കും. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പരദൂഷണത്തിന് വേണ്ടി കുമ്പസാരിക്കാൻ വരും. വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മുഴുവൻ നിരത്തി അങ്ങ് പറയും. മൂന്നാമതൊരു വിഭാഗം ആളുകളുണ്ട്, അത് അച്ഛനെ പറ്റിക്കാൻ വരുന്ന ആളുകളാണ്. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ മഹാഭാവിയാണ്, ഞാൻ കൊടുംഭാവിയാണ്. അച്ഛന് തന്നെ ഒരു ആശങ്ക, ഇവൻ ഭയങ്കര കൊടുംഭാവിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പാവങ്ങൾ? അച്ഛനൊരു ആശങ്ക, എന്താണ് പാവം? ഞാൻ ഉറുമ്പിനെ കൊന്നിട്ടുണ്ട്, പല്ലിയെ കൊന്നിട്ടുണ്ട്, പാറ്റായെ കൊന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുമാതിരി കബളിപ്പിക്കൽ കുമ്പസാരം, ഇതാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ആധ്യാത്മിക സവിശേഷതയാണ് ഉണ്ടാവുന്നത്? അതിലും വലിയ ഒരു കുമ്പസാരമാണ് അടുത്ത കാലത്ത് നടന്നത്. ഒരു വൈദികൻ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മോഷ്ടിക്കുന്ന ആളായിരുന്നു, പോക്കറ്റ് അടിക്കാരനാണ്.
അച്ഛൻ്റെ ലോഹയ്ക്ക് അതൊരു 100 രൂപ ഉണ്ട്. അവൻ അതിങ്ങെടുത്തു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുക, അച്ഛാ ഞാൻ ഒരു 100 രൂപ കട്ടെടുത്തു, മകനെ നിന്റെ പാവങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അവന് പാപമോചനവും കിട്ടി, അവനും രക്ഷപ്പെട്ടു, അവന് 100 രൂപയും കിട്ടി. എല്ലാം നടന്നു, കുമ്പസാരം നടന്നു. ഇത്തരത്തിലുള്ള ഒരു കുമ്പസാരമാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ എന്ത് പാപവിമോചനമാണ് സംഭവിക്കുന്നത്? അയോഗ്യമായി പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നുവെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവുമെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത് നിമിത്തം ചിലർ രോഗികളും മറ്റു ചിലർ നിദ്ര കൊള്ളുകയും ചെയ്യുന്നു. ചിലർ രോഗികളും മറ്റു ചിലർ നിദ്ര കൊള്ളുകയും ചെയ്യുന്നു, മരിച്ചു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായ പാപവിമോചനത്തോടെയാണോ ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമുക്ക് അനിവാര്യമാണ്. ശ്ലൈഹിക അധികാരമാണ്, ഏറ്റവും വലിയൊരു വിശുദ്ധമായ കർമ്മമാണ്. ഇവിടെ കബളിപ്പിക്കലിൻ്റെ യാതൊരു സാധ്യതയുമില്ല. ദൈവസന്നിധിയിൽ പൂർണ്ണമായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് ഇടയാവുന്നുണ്ടോ? ഏഴാമതായി ഞാൻ സൂചിപ്പിക്കുന്നത് കർത്താവ് പറഞ്ഞൊരു വാക്യമാണ്. കർത്താവ് പറഞ്ഞു, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അതിൻ്റെ ഉടയവനോട് പറയണം. കഴുതക്കുട്ടിയുടെ സ്ഥാനത്താണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. പാവച്ചെളിയിൽ കിടന്ന ഈ കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുള്ളതുപോലെ, ജെറുസലേം യാത്രയ്ക്ക് വേണ്ടി കർത്താവ് ഉപയോഗിച്ചതുപോലെ, നമ്മുടെ പാപമലീമസമായ സാഹചര്യങ്ങളെ ഞാനും നിങ്ങളും ആമഗ്നരാണ് എങ്കിൽ പോലും ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് ഈ പാപിയായ, ഏറ്റവും മോശക്കാരനായ, ഒന്നിനും കൊള്ളാത്ത എന്നെ ആവശ്യമുണ്ട്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ബന്ധനം അഴിയണം. ബന്ധനം അഴിയണം. ബന്ധനത്തിൽ കിടന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. കുറ്റികളെ ഉറപ്പിക്കുവിൻ, കയറുകളെ നീട്ടുവിനെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ കയറ് നീട്ടിപ്പോയിട്ട് കാര്യമില്ല, അവസാനം തിരിച്ചു വരും, എവിടെയെങ്കിലും കുരുങ്ങും. അത് ദൈവരായ അനുഭവത്തിലാണ് പറയുന്നത്. കുറ്റികളെ ഉറപ്പിക്കുവിൻ, കയറുകളെ നീട്ടുവിൻ. നാം നമ്മുടെ ബന്ധനങ്ങൾ അഴിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യണം. ഇവിടെ നമുക്കറിയാം, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവിടെ ആലങ്കാരികമായി പറയുമ്പോൾ കഴുതക്കുട്ടി യേശുവിനെ വഹിക്കുകയാണ്. അഥവാ കഴുതക്കുട്ടിയുടെ മുകളിൽ യേശു കയറി. ശാരീരികമായ ഒരു ചെറിയ ബന്ധം യേശുവുമായി ഉണ്ടാവുന്നു, ഒരു ശാരീരികമായ സ്പർശനം ഉണ്ടാവുന്നു. എന്നാൽ അതല്ല യേശു നമുക്ക് നൽകിയ വാഗ്ദാനം. കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലം പുറത്തു വഹിക്കുകയല്ല, ഉള്ളിൽ യേശുവിനെ വഹിച്ച് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുവാനുള്ള വലിയ സാധ്യതയാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത്. കഴുതക്കുട്ടിക്ക് ലഭിച്ചത് ആ ഒരു വരദാനമാണ്. കഴുതക്കുട്ടിയുടെ മുകളിൽ യേശു കയറി യാത്ര ചെയ്തു. പക്ഷെ യേശു നമുക്ക് നൽകുന്നത് അതിനേക്കാൾ വലുതാണ്. കന്യകമറിയാം യേശുവിനെ ഉള്ളിൽ വഹിച്ച് അതിനെ വളർത്തി വലുതാക്കി ലോകത്തിന് നൽകിയതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് യേശു വരുന്നതിന് യേശു ആഗ്രഹിക്കുന്നു. യേശു ഉള്ളിൽ വന്ന് വഹിച്ച് നമ്മുടെ ഉള്ളിൽ വളർന്ന് ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ഉത്തമ സാക്ഷികളായിരിക്കാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവവുമായി പല രീതിയിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഒന്ന്, മാനസികമായൊരു ബന്ധം. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ യേശുവിനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ കാണുവാൻ സാധിക്കും. എന്നാൽ ഈ പ്രാർത്ഥനകളും മറ്റെല്ലാ കാര്യങ്ങളും, എല്ലാ പ്രാർത്ഥനകളും മനസ്സിൻ്റെ വിളികളും ഒക്കെ ദൈവവുമായി മാനസികവും ആത്മീയവുമായി മാത്രമുള്ള ഒരു ബന്ധമാണ്. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കൂദാശകളുടെ കൂദാശ എന്ന് ഈ പരിശുദ്ധ കുർബാനയെ നാം വിളിക്കുന്നത്. സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്സ്, കൂദാശകളുടെ രാജ്ഞി എന്ന് പറയും. കൂദാശകളുടെ രാജ്ഞിയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ കർത്താവായ യേശു മിശിഹായെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിനുള്ള വലിയ നിക്ഷേപമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കുർബാന അനുഭവം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കേവലം പൊതുയോഗത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി ആണ്ടിലൊരിക്കൽ കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കുക, പെസഹ വ്യാഴാഴ്ച കുർബാന അനുഭവിക്കുക, പരുമലപ്പള്ളിയിൽ വന്ന് വല്ലപ്പോഴും വന്ന് പ്രാർത്ഥിക്കുക, ഇത് മാത്രമല്ല. മറിച്ച് തുടർച്ചയായി നിരന്തരമായി എപ്പോഴൊക്കെ കുർബാന ഉണ്ടോ ആ അവസരങ്ങളൊക്കെ നിരന്തരമായി ഒരുക്കത്തോടെ വിശുദ്ധിയോടും വെടിപ്പോടും കൂടി പരിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. കഴുതക്കുട്ടിക്ക് കേവലം ഒരു ചെറിയ സ്പർശനമേ ലഭിച്ചുള്ളൂ. നമുക്കതല്ല, നമ്മുടെ ഉള്ളിൽ വഹിക്കുന്നതിന്, ലോകത്തിനെ ദൃഷ്ടാന്തപ്പെടുത്തുന്നതിന്, ലോകത്തിനെ കാണിച്ചു കൊടുക്കുന്നതിന് കർത്താവ് യേശു മിശിഹായുടെ തിരുശരക്തങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം.
ഭാരതീയ ആചാര്യന്മാർ പറയും അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മനും ആത്മനും രണ്ടല്ല. ദി ആത്മൻ ആൻഡ് ദി ടോട്ടൽ ആത്മൻ, ദാറ്റ് ഈസ് കോൾഡ് ദി ബ്രഹ്മൻ. ആത്മൻ ആൻഡ് ബ്രഹ്മൻ ആർ നോട്ട് ടു. ശ്രീ ശങ്കരാചാര്യ പറഞ്ഞത് അത് തന്നെയാണ്, ബ്രഹ്മനും ആത്മനും രണ്ടല്ല. ദി ടോട്ടൽ ആത്മൻ ഈസ് ബ്രഹ്മൻ, ആൻഡ് ആത്മൻ എന്ന് പറഞ്ഞ സെൽഫ്. സെൽഫ് ആൻഡ് ദി ടോട്ടൽ ആത്മൻ. സെൽഫ് എന്ന് പറയുന്ന ആത്മാവാണ്, സ്വന്തം ആത്മാവ്. ബ്രഹ്മാവ് എന്ന് പറയുന്നത് എല്ലാവരുടെ ആത്മാവ് കൂടി ചേരുന്നതാണ് ബ്രഹ്മാവ് എന്നാണ് ഭാരതീയ ആചാര്യന്മാർ പറയുന്നത്. രണ്ടും രണ്ടല്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് കർത്താവിന്റെ തിരുശരക്തങ്ങൾ അനുഭവിച്ച ഒരു വിശ്വാസി, പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച ഒരു വിശ്വാസി, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യു ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നശിപ്പിച്ചാൽ ദൈവം നിങ്ങളെ നശിപ്പിക്കും. ഞാൻ ആദ്യം പറഞ്ഞു തന്നെ സൂചിപ്പിക്കുന്നത്, ജഡത്തിന്റെ പ്രവൃത്തികളോ അശുദ്ധി, ദുഷ്കാമം, ദുർനടപ്പ്, പക, പിണക്കം, ഭിന്നത, ദ്വന്ദ്വപക്ഷം, വെറുക്കൂത്ത്, മദ്യപാനം മുതലായവ അത്രേ. ഇവ പ്രവർത്തിക്കുന്നവനോ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ മാണിക്യമാണ്. മാണിക്യ മുത്തുകളാണ് പട്ടക്കാരൻ നമുക്ക് നൽകുന്നത്, കർത്താവിന്റെ തിരുശരക്തങ്ങൾ. അത് വലിയ അമൂല്യമായ ഒന്നാണ്, ഏറ്റവും ശ്രേഷ്ഠതയേറിയ ഒന്നാണ്. കേവലമായ ഒരു ഉപരിപ്ലവമായ ഒരു ആധ്യാത്മിക ജീവിതത്തിന്റെ ആചാരാനുഷ്ഠാന ഭാഗമല്ല. കർത്താവിന്റെ തിരുശരക്തങ്ങളാണ്, സ്വർഗീയ മന്നയാണ്. കനാനിലേക്കുള്ള യാത്രയിൽ ലഭിച്ച മന്നയുടെ ഏറ്റവും പൂർണ്ണ രൂപമാണ് തിരുശരക്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വഹിച്ചിരിക്കുന്ന വിശ്വാസി ജഡിക പ്രവൃത്തികളിൽ പിന്നെയും വ്യാപൃതനായാൽ അവനെ ദൈവം നശിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് കർത്താവുമായുള്ള ആ ബന്ധത്തിൽ ജെറുസലേമിലേക്കുള്ള, സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ആയിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയാണ് ഞാനും നിങ്ങളും. നമ്മളൊക്കെ ചിലപ്പോൾ ഐ ആം സംതിങ് എന്ന് ചിന്തിക്കും. ഞാൻ വലിയവനാണ്, ഐ ആം ഹീറോ എന്നൊക്കെ ചിന്തിക്കും. പള്ളിയിലൊക്കെ ചെന്ന് വലിയ ഗമയിലൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ ഐ ആം നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുമല്ല, ഞാൻ ദൈവസന്നിധിയിൽ നിസ്സാരനാണ് എന്ന കഴുതക്കുട്ടിയുടെ വിനീതഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ താഴ്മ വാഴ്ത്തപ്പെട്ടതാണെന്ന് പറഞ്ഞ് നമ്മുടെ ശിരസ്സുകൾ കർത്താവിന്റെ പാദത്തിങ്കൽ മുത്തുകയാണ്. കർഷാനുഭവ ആഴ്ചയിലും വലിയ നോവിലും ഒക്കെ നാം കുമ്പിടുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഒന്നുമല്ല, ഈ വലിയ തല, വലിയ ബുദ്ധിയുള്ള തല, വലിയ അറിവുള്ള ശ്രേഷ്ഠതയേറിയ ഈ തല ഈ മണ്ണിനോട് ചേർത്ത് ഒന്ന് ചുംബിക്കുകയാണ്. നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് അരുളിച്ചത് പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഇതിൽ നിറവേറ്റിയിരിക്കുന്നു. നീ മണ്ണാണ്. പള്ളിയുടെ അകത്ത് പ്രവേശിക്കുമ്പോൾ ചെരുപ്പിടാത്ത എന്തുകൊണ്ടാണ്? നീ മണ്ണാണ്. മണ്ണുമായി ഒരു ബന്ധമുണ്ടാവണം, ഭൂമിയുമായി ഒരു ബന്ധമുണ്ടാവണം. ഭൂമി ദേവിയുമായ ഒരു ബന്ധത്തിൽ, ആ ചാലക ശക്തിയിൽ നാം ഊർജം സമ്പാദിക്കണം. നമ്മുടെ എല്ലാ യാത്രയിലും ഒരു സൈക്ലിക് ജേണിയുണ്ട്. നമ്മൾ പ്രദക്ഷിണം നടത്തുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, വടക്ക് വശത്തൂടെയുള്ള പ്രദക്ഷിണം ആരംഭിച്ച് തെക്ക് വശത്തൂടെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വടക്ക് വശത്തൂടെ ഇറങ്ങി പള്ളിക്ക് ചുറ്റും പോയി തെക്ക് വശത്തൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്? വടക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രാധാന്യമുള്ള ഒരു ദിക്കാണ്. കാരണം യേശു ക്രിസ്തു ജനിച്ചത് വടക്കാണ്. വടക്ക് ജെറുസലേമിലെ യഹൂദിയയിലെ ബേത്ലഹേമിലാണ് യേശു ജനിച്ചത്. ഇസ്രായേൽ പാലസ്തീന്റെ 3 ഭാഗങ്ങൾ, ഒന്ന് വടക്ക്, നടുക്ക് ശമരിയ, 3 തെക്ക്. യേശു പ്രവർത്തിച്ച തെക്കായിരുന്നു, പക്ഷെ യേശു ജനിച്ചത് വടക്കാണ്. അവിടെ നിന്ന് ആരംഭിച്ചു. യേശു ഇങ്ങനെ യാത്ര ചെയ്ത് ഗലീലിലൊക്കെ പോയി, തിരിച്ചു വീണ്ടും വടക്ക് തന്നെ വരികയാണ്. ഇതാണ് അതിന്റെ സൂചന എന്ന് പറയുന്നത്. വടക്ക് നിന്ന് ആരംഭിച്ച് വീണ്ടും തിരിച്ച് തെക്ക് വശത്തൂടെ അകത്തേക്ക് പ്രവേശിച്ച് നമ്മൾ എവിടെ നിന്നോ അവിടേക്ക് തന്നെ വരും. പള്ളിയിലെ ആചാര്യൻ ഉൾപ്പെടെ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് എവിടെയൊക്കെ പോയാലും തിരികെ അവിടെ തന്നെ വരണം. ലോകമെങ്ങും നമ്മൾ യാത്ര ചെയ്യും, സമ്പാദിക്കും, പണം ഉണ്ടാക്കും, വിദ്യാഭ്യാസം നേടും, പലതൊക്കെ നമ്മൾ സമ്പാദിക്കും. പക്ഷെ അവസാനം നമ്മൾ തിരികെ വരണം. അതിനാണ് ഉത്തരാധുനികത എന്ന് പറയുന്നത്. ആധുനികത കഴിഞ്ഞു, ഇനി ഉത്തരാധുനികതയാണ്. പോസ്റ്റ് മോഡേണിസം എന്നാണ് പറയുന്നത്. മോഡേണിസം കഴിഞ്ഞു, അതിന്റെ എല്ലാ പ്രതാപവും കഴിഞ്ഞു. ഇപ്പോൾ ഉത്തരാധുനികതയുടെ കാലഘട്ടമാണ്. ആധുനികത കഴിഞ്ഞു, പ്രാചീനത കഴിഞ്ഞ് ആധുനികത കഴിഞ്ഞു, ഇപ്പോൾ ഉത്തരാധുനികതയാണ്. എലിസബത്ത് ബി ഹർലോക്ക് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത്, മനുഷ്യന്റെ ജീവിതത്തിന്റെ സൈക്കോളജിക്കലായി അവൻ വീണ്ടും ശൈശവത്തിലേക്ക് തിരികെ വരും. ചൈൽഡ്ഹുഡിൽ നിന്ന്, ബാല്യത്തിൽ നിന്ന്, ശൈശവത്തിൽ നിന്ന്, ബാല്യത്തിൽ നിന്ന്, കൗമാരത്തിൽ നിന്ന്, മധ്യവയസ്കാവസ്ഥയിൽ നിന്ന്, പ്രൗഢ യൗവനത്തിൽ നിന്ന് പിന്നീട് പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് എത്തുകയും വീണ്ടും അവൻ 60-ാമത്തെ വയസ്സിൽ അവൻ ശൈശവത്തിലേക്ക് വരും.
അതാണ് സൈക്കോളജിസ്റ്റ് എല്ലാം പറയുന്നത്. നമ്മളൊക്കെ എന്തൊക്കെ നേടിയാലും വീണ്ടും ഒന്ന് തിരിച്ചു വരണം. ഹൈന്ദവ ദർശനത്തിലും ഈ തിരിച്ചുവരവുണ്ട്. എല്ലാ കൽപ്പങ്ങളിലൂടെയും യാത്ര ചെയ്ത് വീണ്ടും ഒരു പ്രളയമുണ്ടായി അതിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ കലിയുഗമാണ്. ഈ കലിയുഗത്തിന് ശേഷം വീണ്ടും ഒരു പ്രളയമുണ്ടാകും. ആ പ്രളയത്തിൽ, ആ വെള്ളപ്പൊക്കത്തിൽ വീണ്ടും മനുഷ്യൻ തിരികെ വരും. എല്ലാ ഋതുഭേദങ്ങളിലൂടെ യാത്ര ചെയ്താലും മനുഷ്യൻ തിരിച്ചു വരും. മനുഷ്യ ജീവിതം ചാക്രികമാണ്, ചലനാത്മകമാണ്, തിരികെ വരുന്ന ഒന്നാണ്. നമ്മളൊക്കെ എന്തൊക്കെ നേടിയാലും ഞാനും നിങ്ങളും ഒന്ന് തിരികെ വന്നേ മതിയാവൂ. അതുകൊണ്ട് ഇപ്പോഴേ തിരികെ വരുന്ന ഏറ്റവും അനിവാര്യമാണ്. ഞാൻ വലിയവനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ പിടിച്ച കൊമ്പിന് 10 കൊമ്പ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളും ജീവിക്കുമ്പോൾ യാതൊരു കാര്യവുമില്ല. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. അതുകൊണ്ട് ഇപ്പോഴേ അതിനൊരു പരിശീലനം അനിവാര്യമാണ്. ഞാൻ പൂർണ്ണമായി ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി വിലയം പ്രാപിക്കുവാൻ, അവൻ്റെ പാദാന്തികത്തിൽ മുത്തുവാൻ, കർത്താവിൻ്റെ പാദങ്ങളിൽ മുത്തുക എന്ന അർത്ഥത്തിലാണ് നാം കുമ്പിടുന്നത്. പൂർണ്ണമായി എൻ്റെ എല്ലാ ഈഗോയും ഈ മണ്ണിലേക്ക് താഴ്ത്തി സമർപ്പിക്കണം. കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്ന ഞാനും നിങ്ങളും താഴ്മയുടെ രൂപം ധരിച്ചുവെങ്കിൽ മാത്രമേ ഈ കഷ്ടാനുഭവത്തിൻ്റെ പങ്കുകാരായി നമുക്ക് മാറുവാനും സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള താഴ്മ ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് അനേക പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി വിനയപ്പെടുവാനും വിനീതപ്പെടുവാനുമുള്ള ഉത്തമമായ ഒരു ബോധ്യം നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ മാത്രമാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്, ആവസിക്കുന്നത്, നമ്മെ ശക്തരാക്കുന്നത്. ഈ കഴുതക്കുട്ടിയെ പറ്റി മറ്റൊരു ചിന്ത ഉണ്ട്. ഈ കഴുതക്കുട്ടി പിറ്റേ ആഴ്ച വീണ്ടും ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. അതിങ്ങനെ പോയ അവസരത്തിൽ ഒരു കവി തൻ്റെ കാൽപ്പനികതയിൽ അദ്ദേഹം പറയുകയാണ്, കാവ്യരൂപത്തിൽ പറയുന്നു, ഈ ഡോങ്കി വീണ്ടും പള്ളിയിലേക്ക് പോയി. കഴിഞ്ഞ ആഴ്ച ഓശാനയ്ക്ക് ലഭിച്ച എല്ലാ പൂക്കളും പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ അവൻ അന്ന് ആളുകളുടെ കല്ലേറുകൾ അവന് ലഭിക്കുകയാണ്, ആ കഴുതക്കുട്ടിക്ക്. അതുകൊണ്ട് കർത്താവില്ലാതെ യാത്ര ചെയ്താൽ കല്ലേറ് നമുക്ക് പ്രതീക്ഷിക്കാം. കർത്താവ് ഉണ്ടെങ്കിൽ പോലും ഈ കല്ലേറ് പ്രതീക്ഷിക്കാം. സ്തേഫാനോസ് കല്ലേറ് പ്രാപിച്ച വ്യക്തിയാണ്. കർത്താവ് കൂടെ ഇല്ല എങ്കിൽ ഏറ്റവും അപകടകരമാണ്, ഏറ്റവും വലിയ അപജയമാണ്. കർത്താവ് ഉണ്ടെങ്കിലും ഈ വേദനകളും പ്രയാസങ്ങളും നാം സഹിച്ചേ മതിയാവും. പക്ഷേ കർത്താവ് ഉണ്ടെങ്കിൽ ഈ കല്ലേറ് കൊള്ളുമ്പോൾ ഒരു വലിയ ധൈര്യമുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ ധൈര്യമുണ്ട്. കല്ലേറ് വരുമ്പോൾ സ്തേഫാനോസിനെ പോലെ ധൈര്യമുണ്ട്. പക്ഷേ കർത്താവില്ലാതെ യാത്ര ചെയ്താൽ നമുക്ക് ധൈര്യം ചോർന്നു പോകും. നമ്മുടെ എല്ലാ ഇച്ഛാശക്തിയും നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കഴിവുകളും സർഗാത്മക ശക്തികളും നമ്മുടെ ധൈര്യവും നമ്മുടെ വ്യക്തിത്വവും എല്ലാം അതിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള സ്വാഭാവികതയും നഷ്ടപ്പെട്ട് മനുഷ്യൻ ഭ്രാന്തനായി മാറുവാൻ സാധ്യതയുണ്ട്. മനുഷ്യനായി മാറണമെങ്കിൽ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യണം. ഈശ്വരനോട് ചേർന്നുള്ള യാത്രയിൽ മാത്രമേ നമുക്ക് അംഗീകാരവും സ്നേഹവും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കഴുതക്കുട്ടി നമുക്ക് സമാനമാണ്, അഥവാ കഴുതക്കുട്ടിക്ക് സമാനമാണ് ഞാനും നിങ്ങളും. ഇവിടെ ദൈവത്തിൻ്റെ സഭയിൽ ഒരു കഴുതയെപ്പോലെ ശുശ്രൂഷ ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. വളരെ ഒബീഡിയൻസോടെ, അനുസരണത്തോടെ ദൈവിക ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷ അർത്ഥവത്തായി തീരുകയുള്ളൂ. ഇടവക ശുശ്രൂഷ, ഭൗതികമായ മേഖലകൾ, കുടുംബപരമായ ജീവിതം, സാമൂഹ്യ ജീവിതം, ഇവിടെയെല്ലാം സമ്പന്നമായ ആധ്യാത്മികത നിലനിർത്തണമെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ ഒന്നുമല്ല എന്ന ഭാവത്തോടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യണം. അതുകൊണ്ട് കഴുതക്കുട്ടിയെ പറ്റിയുള്ള ഈ ധ്യാനത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന അപജയങ്ങൾ പരിഹരിക്കുവാൻ, ജഡീക പ്രവൃത്തികളുടെ ബന്ധനങ്ങൾ തീർച്ചയായും പരിശുദ്ധ കുമ്പസാരം ഇതുവരെ നടത്തിയിട്ടില്ല എങ്കിൽ പൂർണ്ണമായ ശരിയായ ഒരു കുമ്പസാരം നടത്തി ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് പരിശുദ്ധ കുർബാന ഭംഗിയായി അനുഭവിച്ച് ഈ ഉയർപ്പ് പെരുന്നാളിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട സൈമൺ അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. വന്യനായ എപ്പിഫാനിയോസ് തിരുമേനി എൻ്റെ ഗുരുശ്രേഷ്ഠനാണ്. വളരെയധികം സ്നേഹിക്കുന്ന അഭിവന്യ തിരുമേനിയോടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ